ജ്യൂസ് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിമ്മിഷ്ടം ഉണ്ടായത്. പിന്നീട് അവള് രക്തം ഛർദ്ദിച്ചു. അത് കണ്ട് പേടിച്ചാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജ്യൂസിൽ വിഷം കലർന്നതാവാനാണ് സാധ്യത. മാഡം മാഡം കണ്ണു നോർക്ക്. മാഡം അയ്യോ മാഡം അമ്മേ, എന്താ അമ്മേ? അർജുൻ സർ. ഐശ്വര്യ അമ്മ. അമ്മേ, രമേ, അയ്യോ മാഡം അമ്മേ അമ്മേ, മാഡം ചന്ദ്രാമേ, കണ്ണു തുറക്ക് മാഡം. അമ്മേ, അമ്മേ. മാഡം അമ്മേ, മാഡം കണ്ണു തുറക്ക്. എണീക്കമ്മേ. അമ്മേ, അമ്മേ നോക്കമ്മേ. മാഡം ചന്ദ്രമ്മ രമേ, അമ്മേ, എണീക്കമ്മേ. മഹി, വേഗം വണ്ടി ഇറങ്ങ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ചെല്ല്, വേഗം ചെല്ല്. അമ്മേ അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളും മറ്റും പറഞ്ഞ് അമ്മ ടെൻഷൻ ആക്കരുതായിരുന്നു. സാർ വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ദൈവം അമ്മയെ കൈവിടില്ല. ആ സിസ്റ്റർ, എന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തോ? ഒന്നും പറയാറായിട്ടില്ല. ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് ഡോക്ടറിന് സംശയമുണ്ട്. ആത്മഹത്യാ ശ്രമോ? ഒരിക്കലുമില്ല. എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഡോക്ടർ, രമയ്ക്കിപ്പോ ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. പേഷ്യന്റ് ഇപ്പൊ അല്പം ക്രിട്ടിക്കൽ സ്റ്റേജിലാ. വിഷം നന്നായിട്ടുള്ളിൽ പോയിട്ടുണ്ട്. വിഷോ? അതെങ്ങനെ? ഒന്നുകിൽ പേഷ്യന്റ് തന്നെ എന്തെങ്കിലും താങ്ങാനാവാത്ത പ്രഷർ കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതായിരിക്കും. അല്ലെങ്കിൽ അവരോട് ശത്രുതയുള്ള ആരെങ്കിലും അവരറിയാതെ. ചിലപ്പോ ഭക്ഷണത്തിൽ അബദ്ധത്തിൽ വിഷം കലർന്നതാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പേഷ്യന്റ് വിഷം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അത്താഴം കഴിച്ചത്. അപ്പോ രമാമ്മയ്ക്ക് മാത്രം എങ്ങനെ വിഷം ബാധിക്കുന്നേ? ഞങ്ങൾക്ക് ആർക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും കഴിച്ചിരുന്നോ? കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിരുന്നു. ജ്യൂസ് കുടിക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ജ്യൂസ് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിമ്മിഷ്ടം ഉണ്ടായത്. പിന്നീട് അവള് രക്തം ഛർദ്ദിച്ചു. അത് കണ്ട് പേടിച്ചാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജ്യൂസിൽ വിഷം കലർന്നതാവാനാണ് സാധ്യത. ഡോക്ടർ, എന്റെ രമയെ രക്ഷിക്കണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇപ്പോഴും പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടില്ല. ഇനിയെല്ലാം മുകളിലിരിക്കുന്നവന്റെ കയ്യിലാ. ഏട്ടാ, അമ്മയ്ക്ക് അവസാനമായിട്ട് ജ്യൂസ് കൊടുത്തത് ഈ നിൽക്കുന്ന ചിന്നുവാ. എടി, ഇതുവരെ വിജയം നിന്റെ ഭാഗത്തായിരുന്നു. ഇനി എന്റെ ഊഴം, ഈ ഐശ്വര്യലക്ഷ്മിയുടെ ഊഴം. ഏയ്, നീ ആ ജ്യൂസിൽ എന്താടി കലക്കിയത്? പറയടി. നിന്റെ തോന്നിവാസത്തിനും ധിക്കാരത്തിനും ഒക്കെ എന്റെ അമ്മ നിന്നെ വിലക്കിയിരുന്നു. അതുകൊണ്ടല്ലേ നീ അമ്മയെ കൊല്ലാൻ നോക്കിയത്? ഇനി കാത്തിരിക്കണ്ട അച്ഛാ. ഇവളെ ഇപ്പൊ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. സർ, ദയവേത് ഇങ്ങനെയൊന്നും പറയരുത്. മാഡത്തിന് ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് ഭാഗ്യം എനിക്ക് മാഡത്തിനോടുള്ളത്. മാഡം എന്നെ ചീത്ത പറഞ്ഞാലും തല്ലിയാലും അവിടുത്തെ ഒരു നേരത്തെ ആഹാരം കഴിച്ചതിന്റെ നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും ഉണ്ട്. മതിയാക്കടി നിന്റെ നാടകം. നീ തന്നെയാ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. അല്ല, കൊല്ലൂടി നിന്നെ ഞാൻ. ഹേ, ഏട്ടാ, മാറി. നിർത്താൻ. ചിന്നു ഒരിക്കലും രമാദേവിക്കെതിരെ ഒരു ദ്രോഹവും ചെയ്യില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവനാ? എന്റെ അമ്മയെ കൊല്ലാനും മാത്രമുള്ള ശത്രുത ഇവൾക്കല്ലാതെ ആ വീട്ടില് വേറെ ആർക്കാ ഉള്ളത്? മതിയടാ. നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്? അങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ ശരിയാവും? ആ വീട്ടില് അമ്മയോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മള് കുടുംബക്കാരൊക്കെയാ. അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരേ ഒരു ജോലിക്കാരി ഇവളാ. മറ്റാർക്കും അമ്മയെ കൊല്ലാൻ നോക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ